മോഷ്ടിച്ച സ്കൂട്ടറുമായി കടന്നുകളയുന്നതിനിടെ അപകടത്തിൽപ്പെട്ട പ്രതി പിടിയിൽ. വെള്ളിലയിൽ വെച്ച് പ്രതി സഞ്ചരിച്ചിരുന്ന സ്കൂട്ടർ അപകടത്തിൽപ്പെട്ട വിവരം ലഭിച്ച് രക്ഷാപ്രവർത്തനത്തിനെത്തിയ മങ്കട ട്രോമ കെയർ പ്രവർത്തകരായ നസീം, സമദ് എന്നിവർ പ്രതിയുടെ സംസാരത്തിലെ അസ്വാഭാവികത ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ പോലീസിൽ അറിയിക്കുകയായിരുന്നു. എനിക്ക് ഇന്നലെ രാവിലെ ഒരാൾ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്, കടന്നമണ്ണ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് പറഞ്ഞ കാൾ വരികയാണ്. അങ്ങനെ ഞാൻ ആംബുലൻസ് പോയിട്ട് അവിടെ ചെന്നപ്പോൾ അവിടെ വേറൊരു ആംബുലൻസിൽ ആളെ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ അവനോട് എവിടുന്നാണ് വരുന്നത് ചോദിച്ചപ്പോൾ തിരുവനന്തപുരത്ത് നിന്നാണെന്ന് പറഞ്ഞു. അവൻ്റെ കൂട്ടുകാരൻ്റെ ബൈക്കാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ കൂട്ടുകാരൻ്റെ നമ്പർ അവനറിയില്ല, കൂട്ടുകാരൻ്റെ വീട് എവിടെയെന്ന് അറിയില്ല. അങ്ങനെ ഒരു സംശയം തോന്നിയപ്പോൾ മങ്കട ഹോസ്പിറ്റലിൽ കൊടുന്നു. അവിടുന്ന് ഫസ്റ്റ് എയ്ഡ് കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഞാൻ സ്റ്റേഷനിൽ വന്ന വണ്ടി നമ്പർ, ആക്സിഡൻ്റ് ആയ വണ്ടിയുടെ നമ്പർ സ്റ്റേഷനിൽ കൊടുത്തിട്ട് ഈ വണ്ടി ആരുടേതാണ് നോക്കാൻ പറഞ്ഞു. അങ്ങനെ ആ വണ്ടി നോക്കി അതിൽ വിളിച്ചപ്പോൾ ആ വണ്ടി രാവിലെ കാണാതായ വണ്ടിയാണ്. അപ്പോൾ പോലീസ് അവരോട് വരാൻ പറഞ്ഞു, ഇവിടെ ആക്സിഡൻ്റ് ആയിട്ടുണ്ട് ആ വണ്ടി എന്ന് വരാൻ പറഞ്ഞു. അങ്ങനെ പിന്നെ പോലീസ് ഹോസ്പിറ്റലിൽ വന്ന് അവനെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് അവനെ റിമാൻഡ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. വള്ളിക്കാപ്പറ്റ സ്വദേശി മൊയ്തീൻ കുട്ടിയുടെ സ്കൂട്ടറാണ് തിരുവനന്തപുരം വിളപ്പിൽ തോട്ടരികത്ത് രതീഷ് ഭവനിൽ രതീഷ് മോഷ്ടിച്ചത്. തലയ്ക്കും കാലിനും പരിക്കേറ്റ പ്രതിയെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും ശുശ്രൂഷ നൽകിയതിനു ശേഷം കോടതിയിലേക്ക് എത്തിച്ച് റിമാൻഡ് ചെയ്തു. കടയ്ക്കൽ, കൂടൽ, പൂജപ്പുര, വളാഞ്ചേരി, തമിഴ്നാട്ടിലെ പൂതപ്പാണ്ടി എന്നിവിടങ്ങളിൽ ഉൾപ്പെടെ നിരവധി മോഷണ കേസുകളിലെ പ്രതിയാണ് രതീഷ്.